CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമും ആകെ മൊത്തം തന്നെ വളരെയധികം നിരാശയിലാണ്. കാരണം ഒരു മത്സരം വിജയിച്ച് എങ്ങനെയോ കര കയറി എന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും അത് അവരുടെ ആ ഒരു പഴയ തോൽവിയിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഈ ഒരു കാര്യമൊന്നുമല്ല, മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള കോറോ സിംഗിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വീഡിയോ തുടർന്നു കാണുവാൻ ശ്രമിക്കുക. നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ 11-ൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു താരമായിരിക്കുകയാണ് കോറോ സിംഗ് എന്നുള്ള ഈ ഒരു 17-കാരൻ എന്നുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ ISL ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു കോറോ സിംഗ് എന്ന ആ ഒരു മണിപ്പൂരുകാരനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ISL ഏറ്റവും പ്രായം കുറഞ്ഞ അസിസ്റ്റ് നൽകിയ വ്യക്തി എന്നുള്ള ഒരു ചരിത്രമാണ് അഥവാ ഒരു റെക്കോർഡാണ് കോറോ സിംഗ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലെ മെയിൻ ടീം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് കോറോ സിംഗ് എന്നുള്ളത്. പ്രധാനമായും നമ്മൾ കോറോ സിംഗിനെ കാണാറുള്ളത് റൈറ്റ് വിംഗ് പൊസിഷനിലാണ്. പക്ഷെ ആ ഒരു താരം ആ ഒരു പൊസിഷനിൽ മാത്രമല്ല, ലെഫ്റ്റ് വിംഗർ ആയിട്ടും കൂടാതെ തന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടും കളിക്കാൻ കെൽപ്പുള്ള ഒരു താരമാണ് കോറോ സിംഗ് എന്നുള്ള ഈ ഒരു താരം എന്നുള്ളത്. കൂടാതെ തന്നെ രാഹുൽ KP കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ 11-ൽ ഇറക്കിയപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ കോറോ സിംഗിന്റെ ആഭാവം കാണാൻ സാധിച്ചിട്ടുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് വിങ്ങിലൂടെ നോഹ സദോയുടെ ഓരോ അറ്റംപ്റ്റ് നടത്തുമ്പോഴും റൈറ്റ് വിങ്ങിലൂടെ ഒരു അറ്റംപ്റ്റും അഥവാ ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ പോലും റൈറ്റ് വിങ്ങിലൂടെ രാഹുൽ KPക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നോഹ സദോയെ പരിശീലകൻ മിക്കാൽ സ്റ്റേറെ റൈറ്റ് ഫോർവേഡ് ആയിട്ടും ലെഫ്റ്റ് ഫോർവേഡ് ആയിട്ടും കൂടാതെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും കളിപ്പിക്കുന്ന ഒരു കാഴ്ച കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യ 11-ൽ കോറോ സിംഗിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരു പ്രോപ്പർ റൈറ്റ് ഫോർവേഡിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. കൂടാതെ തന്നെ ഒരുപാട് അറ്റാക്കിങ്ങുകളും അറ്റംപ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. കോറോ സിംഗിനെ പറയുമ്പോൾ ഏറ്റവും നമ്മൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും സ്പീഡും കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ ആക്യുറസിയുമാണ്. ഹൈദരാബാദ് എഫ്സിക്കെതിരെ തന്റെ ISL ആദ്യ അസിസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അതിന് തൊട്ട് ശേഷമുള്ള മത്സരമായിട്ടുള്ള ചെന്നൈയിൻ എഫ്സിക്കെതിരായുള്ള മത്സരത്തിലും ജീസസ് ജിംനിസിന് തന്നെ ഒരു ഗ്രൗണ്ട് പാസ് നൽകിക്കൊണ്ട് അവിടെയും അദ്ദേഹം ഒരു അസിസ്റ്റ് സ്വന്തമാക്കി. ഇതോടുകൂടി ISL ഈ ഒരു താരം 2 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ അടുത്ത് അവസാനം കഴിഞ്ഞ FC ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിൽ കോറോ സിംഗിന്റെ ഒരു മികച്ച പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം പകുതിയിലാണ് താരം ഇറങ്ങിയതെങ്കിൽ കൂടി താരത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടും നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഏതായാലും ഈ ഒരു താരത്തിന്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ മണിപ്പൂരിൽ ഒരു ചെറിയ ഗ്രാമത്തിലാണ് കോറോ സിംഗ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. തന്റെ 9ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഫുട്ബോൾ കരിയറും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫുട്ബോൾ കരിയർ ആരംഭിച്ച് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്കും തന്റെ അച്ഛനെയും അമ്മയെയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു പ്രളയത്തിലായിരുന്നു അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വെറും 10ാമത്തെ വയസ്സിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നതിന്റെ വേദന ആരേക്കാൾ നന്നായി കോറോ സിംഗിന് മനസ്സിലാവും. ഏതായാലും അതിനുശേഷം കോറോ സിംഗിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം 2020-ൽ തന്റെ 14ാമത്തെ വയസ്സിൽ സുദേവ ഡൽഹി എന്ന ക്ലബിന്റെ ട്രയൽസിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. അതിലൂടെ തന്റെ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതോടെ സുദേവ ഡൽഹിയിലെ യൂത്ത് ക്ലബിലെ ഒരു അംഗമായി തീർന്നു കോറോ സിംഗ് എന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ റിസർവ് ടീമിലേക്ക് കോറോ സിംഗ് എത്തുന്നത്. അതിനുശേഷം ആ ഒരു വർഷത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മെയിൻ ടീമിലും ഇടം പിടിച്ചു കോറോ സിംഗ് എന്നുള്ളത്. ഏതായാലും മെയിൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന കോറോ സിംഗ് ഇല്ലാതെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ 11 ഫുൾഫിൽ ആവുകയില്ല. ഇനി കോറോ സിംഗിന് മുന്നോട്ട് വെല്ലുവിളി ആവുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇഷാൻ പണ്ഡിത എന്ന ആ ഒരു സൂപ്പർ സ്ട്രൈക്കർ പരിക്കൊക്കെ മാറി തിരിച്ചു വരുന്ന സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിത ആദ്യ 11-ലേക്ക് വരുമ്പോൾ കോറോ സിംഗിന് ഇനി അങ്ങോട്ട് സ്ഥാനം ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയവുമാണ്. അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിത വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് അഥവാ അതിന് മുമ്പേ തന്നെ കോറോ സിംഗ് തന്റെ ബാക്കിയുള്ള പ്രകടനം കൂടി പുറത്തേക്കെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കോച്ച് ഇംപ്രസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷാൻ പണ്ഡിതയെ ബെഞ്ചിലിരുത്തിക്കൊണ്ട് കോറോ സിംഗിനെ തന്നെ ആദ്യ 11-ൽ പരീക്ഷിച്ചേക്കാം. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ കോറോ സിംഗ് എന്ന ഈ ഒരു ബ്ലാസ്റ്റേഴ്സിലെ യങ് സ്ട്രൈക്കർ
സ്ട്രൈക്കറെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഈ ഒരു താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഏതായാലും ഇതിന് പുതുപുത്തൻ പ്ലെയർ അനാലിസിസും മാച്ച് അനാലിസിസും മാച്ച് റിവ്യൂമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.